എടുത്ത് കഴിക്കടാ. എത്ര നേരത്തെ സമയം തികയൂല. ഉണ്ണേട്ടാ ചോറെടുത്തോ. ഉണ്ണേട്ടാ മഴ പെയ്യാണെങ്കിലേ അയ്യ കിടക്കണ ഡ്രസ് എടുത്തൊന്ന് അകത്തേക്ക് ഇട്ടേക്കണേ. ഞാൻ ഇറങ്ങാം. എന്തിനാ സമയമുണ്ട്, ഞാൻ പോയിക്കോളാം. ഉണ്ണിയുടെ മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ നോക്ക്. പിന്നെ ആ കൂട്ടുകാരെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റത് പ്രത്യേകിച്ച് സിനിമക്കാരെ. ഞാൻ ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് എത്ര നേരം ഇവിടെ കഷ്ടപ്പെട്ടിരിക്കുന്നേ. ഒന്ന് പോയി കിട്ടണ്ടേ വിദ്യാഭ്യാസ മന്ത്രി? കാലുറുമ്പ് കടിച്ച് മേൽപോട്ട് കയറി കടിക്കാന്നൊരു സംശയം. അതിന് ഉരച്ചു കൊല്ലുവാ. മേപ്പോട്ട് കയറി ഉരക്കണ്ട, തന്നെ ചത്തോളൂ. മണി ഉടക്കണ്ട. ഇതാ ഹായ് കുട്ടാ. അയ്യോ എന്റെ പാല്. ആഹാ മോന്റെ പാലായിരുന്ന. ഉറുമ്പ് കടിച്ചടിക്ക് അപ്പൊ പാല് കുടിക്കണം. അത് അച്ഛനപ്പന്മാരായിട്ടുള്ള ശീലാണേ. കേട്ടിട്ടില്ലേ? പാലക്ക ഫാമിലി. വിദ്യാഭ്യാസ മന്ത്രി ഇത് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പഴങ്കഞ്ഞി. മോനെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ കണ്ട പടം? നല്ല സബ്ജക്റ്റാ, പക്ഷേ ട്രീറ്റ്മെന്റ് പോരാ. അയ്യടാ ഇവനാര് സ്പിൽബർഗറാ. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ കേട്ടല്ലേ അവരും വളരുന്നത്. അവളില്ലാന്ന് കരുതി ഒരുപാട് പേര് അർമാദിക്കല്ലേ. അവളുടെ സ്പൈ ആയിരിക്കുന്നത്. ഇവൻ നമ്മുടെ ആളല്ലേ? അവൻ എന്റെ പോലും ആളല്ല. ലോകം മുഴുവനും കൊണ്ടു നടക്കുന്നത് ഞാനാ. എന്നാലും അവന്റെ കൂറ അമ്മയോടാ. അച്ഛൻ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എന്ത്? അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണത്. നീ എന്റെ ചക്കരട കുട്ടപ്പൈ. നീ എന്തുവാ പൊട്ടൻ ബിസ്ക്കറ്റ് ഉണ്ടോ? ഉണ്ണിയേട്ടാ പടത്തിന്റെ കാര്യം എന്തായി? ഉണ്ണിയേട്ടന്റെ പടത്തിൽ ഒരു പാട്ട് എഴുതാൻ വേണ്ടി എത്ര കാലമായി ഞാൻ നടക്കുന്നു. ഒരു കവിയുടെ ആത്മസംഘർഷം ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഒരു വട്ടം കൂടി ഈ കവിയുടെ ഹൃദയത്തിൽ മുളപൊട്ടി വിടരും മൃഗന്ധം. മൃഗന്ധം മൃഗന്ധം ദുഃഖം. വേണമെങ്കിൽ ശീൽക്കാരൊന്നും അർത്ഥമുണ്ട്. കുട്ടി ചിരിച്ചുണ്ടോ? മനസ്സിലായി. ഒരാൾക്ക് ഗാനരചന, ഒരാൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ്. നമുക്കെന്താണോ? എനിക്കൊന്നും ആവണ്ട. ഇവന്മാർ ഇതൊക്കെ ആവുന്ന കണ്ടാ മതി. അതിനു വേണ്ടിയാ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്നത്. അതെ, 4 മണിക്ക് അലാറം അടിക്കും. ആ നിമിഷം എല്ലാവരും സ്റ്റാൻഡ് വിട്ടോണം. പിന്നെ ഏത് സമയത്തും മഞ്ജു വരും. ഇങ്ങനെ ഭാര്യയെ പേടിച്ച് ജീവിക്കരുതുണ്ണി. അത് നമ്മൾ ഈ പുരുഷവർഗത്തിന് തന്നെ അപമാനമാണ്. കറക്റ്റ്. വെറുതെ അല്ല ഭർത്താവ്. മൊബൈൽ കഴിയിട്ടുവാ. അവളുടെ ചെലവിലാ ജീവിക്കുന്നത്. അപ്പൊ ഇത്തിരി പേടിച്ചാലും തെറ്റില്ല. ആ അപമാനം അങ്ങോട്ട് സഹിക്കാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡും മോനും വന്നോ മഞ്ജു? ഓ വന്നിണ്ട്. സിനിമ ഉടനെ എങ്ങനെ ഉണ്ടാവോ? ഓ ആർക്കറിയാം എന്റെ മാഷെ. എന്തായാലും മഞ്ജുവിനെ സമ്മതിക്കണം. സിനിമ എന്ന് പറഞ്ഞിങ്ങനെ ഊരുറ്റി നടക്കുന്ന ആളെ സഹിക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ എന്റെ ആള് 5 മണിക്ക് ബാങ്ക് അടച്ച 5:30 വീട്ടിലെത്തും. അല്ലെങ്കിലേ മാനേജർ വിവരം അറിയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രഘുവേട്ടൻ വന്നിട്ടുണ്ടേ. മലേഷ്യയിൽ എന്തോ പുതിയ ബിസിനസ് തുടങ്ങാൻ പോണു അത്രേ. ഗൾഫിലും സിംഗപ്പൂരും കൂടാതെ പിന്നെ മലേഷ്യയിലും ബിസിനസ് തുടങ്ങാണോ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വല്ല ലേബർ വിസയും കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മുടെ ഒറ്റപ്പാലം ഉണ്ണിക്ക് പറ്റിയ വല്ല വിസ ഉണ്ടാവും. ടീച്ചറെ, ബിന്ദു ടീച്ചർ ഒന്ന് മുറുക്കി പിടിച്ചേക്ക്. കൊള്ളാവുന്ന വിസ വല്ലം വരികയാണെങ്കിൽ ഗൾഫിലേക്ക് കയറ്റി വിടാലോ. ഉണ്ണേട്ട നാട് വിട്ടു പോവില്ല. ബെസ്റ്റ്. ഉണ്ണി ഗൾഫിൽ പോയിട്ട് എന്തിനാ? അവിടെ ഈ നാടകവും സിനിമയൊന്നും ഇല്ലല്ലോ. അത് ശരിയാ. ഉണ്ണിയേട്ടൻ എന്താ ആലോചിച്ച് കിടക്കുന്നത്? ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് പക്കയാണ്. ഒരു മാറ്റവും വരുത്തണ്ട. മാറ്റം വരുത്താനല്ലടാ, പടത്തിന്റെ വേരിയന്റ് എല്ലാം കഴിഞ്ഞിട്ട് ക്ലിങ് കണ്ണ് ഇറക്കുന്ന ഒരു കൊച്ചെലമെന്റ്. പൂമുഖപ്പടിയിൽ വന്നതാരോ കാത്തു കാത്തു നിന്നൊരു പൊൻകുരിശ്. ഇതൊക്കെ 100 പടത്തിൽ എഴുതി കാണിച്ചിട്ടുള്ളത്. ഇതെന്റെ അല്ല, തുടക്കം. ഉണ്ണിയേട്ടന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. പുറത്ത് പ്രൊഡ്യൂസർ വർമാജി കാത്തു നിൽക്കുന്നു. പ്രൊഡ്യൂസർ വന്നേ ഇന്ന് ഈ കഥ പറഞ്ഞു വീഴ്ത്തും. വേണ്ട വേണ്ട വേണ്ട, ഉണ്ണിയേട്ടൻ പോയിട്ട് അഡ്വാൻസ് വാങ്ങിച്ചു വരട്ടെ. നമ്മൾ പോണ. ഓൾ ദി ബെസ്റ്റ്. ഉണ്ണി ഒരു മിനിറ്റ്. ഉണ്ണി, നീ എന്നെ ഒന്ന് സഹായിക്കണം. പത്രിപ്പാലയിൽ എന്റെ ഷൂട്ടിംഗ് നടക്കുക. 2 ദിവസത്തെ വർക്ക് കൂടി ബാക്കിയുണ്ട്. ഈ പിടുത്തത്തിന് തീർന്നില്ലെങ്കിൽ അതവിടെ കിടക്കും. കിടന്നാലത്തെ കാര്യം ഉണ്ണിക്ക് അറിയാലോ. അല്ല, എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഒരു 2 ലക്ഷം ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് അവിടെ നിൽക്കും. നീ എങ്ങനെയെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് തരണം. അയ്യോ സാർ, ഞാൻ ഉണ്ണി, ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് വെച്ച് തന്നെ നീയൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാ. ഇത് കഴിഞ്ഞാ പിന്നെ നിന്റെ പടം നമ്മൾ ചെയ്യുന്നു.
അതല്ല ഞാനിപ്പോ ഉണ്ണി ഇത് അടവാ, കാശ് കിട്ടാനുള്ള അടവാ. അതെ അതെ, കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പടം ഉണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. ഇല്ലായിരിക്കാം. നല്ലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങുക പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പ്രമാണിച്ച് നല്ല ആളാ. വിശ്വാസം അതല്ലേ എല്ലാം. ബ്രിട്ടീഷ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ ഭഗത് സിംഗും കൂട്ടരും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ലഘുലേഖ വിതരണം ചെയ്ത് സ്വയം അറസ്റ്റ് വരിക്കുകയായിരുന്നു. അങ്ങനെ എന്താ സൈലൻസ്? എന്താ ഇത്ര ചിരിക്കാൻ? നേരം പൊയ്ക്കോ, പൊയ്ക്കോ. എന്താ? അല്ല, അത് എന്റെ കൂടെ വർമാജി വന്നിട്ടുണ്ട്. ഞാൻ ഒളിച്ചു. നമ്മുടെ വർമാജി. നമ്മുടെ വർമാജി? അയ്യോ, ഇടിവെട്ടേറ്റവിടെ പാമ്പ് അടിച്ചു. എപ്പോ? കളികളം സിനിമയുടെ പേരാണ് മഞ്ജു. റബ്ബർ എസ്റ്റേറ്റ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് കേട്ടിട്ടില്ലേ? വലിയ പ്രൊഡ്യൂസറാണ്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? യൂണിറ്റുകാരൻ ഡ്രൈവേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു നിൽക്കും. പിന്നെ 1 ലക്ഷം രൂപ നമ്മുടെ വേണു സാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 25,000 രൂപ കിഷോർ, 50,000 രൂപ നമ്മൾ പലിശക്ക് എടുക്കുന്നു. അതെ മോളെ തലയിൽ. പിന്നെ ഒരു 25,000 രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം. ഒറ്റാഴ്ച കൂടെ തിരിച്ചു കൊടുക്കാം. ഉണ്ണിട്ടാ, എനിക്ക് നല്ല കലി വരുന്നുണ്ട് കേട്ടോ. ഒരു പടം മുടങ്ങിയ ആളുടെ ബുദ്ധിമുട്ട് മഞ്ജുവിന് മനസ്സിലാവൂലോ. പ്രൊഡ്യൂസർ മാത്രമല്ല, ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും പ്രശ്നം. ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കും. പൈസ കൃത്യമായിട്ട് തിരിച്ചു തരും. ഞാൻ ഉറപ്പ് തിരിച്ചു തരും. കാറ്റു വീശുന്നു, മരങ്ങൾ ഒടിയുന്നു, ഒടിയാത്ത വാഴതൻ കുലയിലോ പാളയങ്കോടൻ പഴം. പഴമുരിയുന്നു, പുട്ടുകുഴച്ചിട്ട് കഴിക്കുന്ന കുട്ടിതൻ മുഖത്ത് സന്തോഷത്തിൻ സംസ്ഥാന സമ്മേളനം. സമ്മേളനം? എടാ, നീ കാറെ ചരിന്ന് പാടേണ്ടവനല്ലേ? വല്ല ടിവിയിലോ റേഡിയോയിലോ പാടേണ്ടവനാ? അത്രയ്ക്ക് ഗംഭീരാണ്. അല്ല, അപ്പൊ ഓഫിയല്ലോ. വരും. ഇഷ്ടണ്ടായിട്ടൊന്നുമല്ല. ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥിതിക്ക് അവരുടെ മുമ്പിച്ച് മോശാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതാ 5000 രൂപയുണ്ട്. മനോജ് മാഷ എന്നാ ഇത് കൊണ്ടേ വിക്കേ പണയം വിക്കേ എന്താ ചെയ്തോ. ഗിരീഷ്, ഇതൊക്കെയുണ്ട്. പടത്തിന്റെ കാര്യമൊക്കെ എന്താ ഉണ്ണീട്ടാ? പടത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ നടക്കുന്നു. പിന്നെ ഗിരീഷേ, ഒരു 10,000 രൂപ എഴുതിയിട്ടുണ്ട്. തൽക്കാലം അത് വെച്ചിട്ട് അങ്ങോട്ട് മാനേജ് ചെയ്യാം. ശരി. ഓക്കെ. പിന്നെ നമ്മുടെ പ്രകാശനം ഗ്രൂപ്പ് ഒക്കെ അവിടെ പോയി. ഞങ്ങൾ ഇവിടെ ഉണ്ട് ഉണ്ണേട്ടാ. ആ കൃഷ്ണടാ, കൃഷ്ണണ്ടായിരുന്നു ഞാൻ. ഉണ്ണിയേറ്റാ മതി. ഉണ്ണിയെ നമുക്ക് നമ്പിക്കയാണ്. എന്താ വർമാജി നമുക്ക് വിശ്വാസമേ ഇല്ലേ? എടാ, ആവശ്യമില്ലാത്ത കാര്യം കയറി ഏറ്റാ അയാൾ ഇതൊക്കെ കൊടുക്കൂ. ഞങ്ങൾ ഉണ്ണിയെ കാണാതിരിക്കായിരുന്നു. നമ്മുടെ ഡ്രൈവർ രാജേട്ടന്റെ മോന് ട്യൂമറാ. ഓ, രാജേട്ടന്റെ സ്ഥിതി അറിയാലോ. ഇച്ചിരി കഷ്ടാ. നമ്മൾ എന്തേലും ചെയ്യണം. ഒരു ഫണ്ട് രൂപീകരണം നടത്തണം. ഉണ്ണിയേട്ടൻ മുന്നിട്ട് നിന്നാ നടക്കും. അതെ. എന്നാ പിന്നെ വൈകിക്കണ്ട. രാജേട്ടന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെയല്ലേ. പിന്നെ ഒരു കാര്യം ചെയ്യാം, ആദ്യം നമ്മുടെ ഇടയിൽ നിന്ന് പിരിക്കാം. അത് കഴിഞ്ഞ് തികഞ്ഞില്ലെങ്കിൽ പുറത്തുനിന്ന്. അതെ, അത് മതി. വേറെ ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്ന കാശാ. ഇതിനേക്കാൾ വലിയ എന്താ ആവശ്യം? പിന്നെ അല്ലാതെ. എന്റെ ഇതുള്ളൂ. ഇപ്പൊ പിടിക്കാം. രാജേട്ടാ, പിടിക്ക് പിടിക്ക്. ആ, പണത്തിന്റെ കുറവുകൊണ്ട് മോൻ ഒരു ചികിത്സ കിട്ടാതെ പോകരുത്. ഇനി എത്ര വേണ്ടെന്ന് വെച്ചാല് ഞങ്ങളുണ്ടാക്കും. അതെ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. കുറച്ച് ഓറഞ്ച്.
ഇതെന്തൊരു നോട്ടോടിയത് പതുക്കെ നോക്ക്. ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല ഉണ്ണിയേട്ടാ. നീ ഒന്ന് പെടക്കാതിരിക്കന്റെ മോളെ. ഇവരാരും ഉണ്ണിയേട്ടന്റെ സിനിമ ചെയ്യാൻ പോണില്ല. എന്നിട്ട് ഓരോരുത്തരെ സഹായിച്ചോണ്ട് നിൽക്കും. സിനിമ ചെയ്യുമെന്ന് കരുതിയിട്ടൊന്നുമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളങ്ങനെ ചെയ്യേണ്ടി വരും. അതിന് മാത്രമുള്ള സ്ഥിര വരുമാനം ഉണ്ണിയേട്ടനുണ്ടോ? വലുവിന്റെ കയ്യിലെ കാശം കണ്ട് ഓരോന്നും അങ്ങോട്ട് ചെയ്യാൻ നിന്നോളും. ഞാൻ നമ്മുടെ പൊതുവായൊരവസ്ഥ പറഞ്ഞതാ. നമ്മളൊന്നും ഇല്ലാത്തവരെ ഉണ്ണിയേട്ടാ, സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്തവര്. 10 സെന്റ് സ്ഥലം മേടിക്കുക, അതിൽ ചെറുതാണെങ്കിൽ ഒരു വീട് വെക്കാന്നുള്ളതൊക്കെ ഉണ്ണിയേട്ടന്റെ സിനിമ പോലെ എന്റെയും വിദൂര സ്വപ്നങ്ങളാ. ആ ഇന്ന് ടീച്ചേഴ്സ് റൂമിൽ ഒരു ചർച്ച നടന്നു. ബിന്ദു ടീച്ചറുടെ ഹസ്ബൻഡ് കുറച്ച് വിസ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്ന് സംഘടിപ്പിച്ച് മിസ്റ്റർ ഒറ്റപ്പാല ഉണ്ണിയെ പറത്തിയാലോ എന്ന് തോമസ് മാഷ്. നിന്റെ ടീച്ചേഴ്സ് റൂമിൽ ഞാൻ ഒരു ബോംബ് വെക്കും. ഉണ്ണിയേ, എന്താണ് കാര്യമായ ഒരു ചർച്ച? ഏയ്, ഇവളുടെ തോമസ് മാഷിക്ക് എന്നെ ഗൾഫിലേക്ക് കയറ്റിവിടാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. എന്നാ നോക്കിക്കൂടെ പഹയാ, നല്ല കാര്യമല്ലേ? അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഗൾഫിൽ പോകാനാണ് ഇത്രയും കാലം ഞാൻ സിനിമയുടെ പുറകിൽ ഇങ്ങനെ തൂങ്ങി നടന്നത്. മദ്രാസിലെ പൊരി വെയിലത്തും ഊട്ടിയിലെ കൊടും തണുപ്പത്തും ഒക്കെ രാത്രിയും പകലും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടത്. പോയാലും ഇടയ്ക്കൊക്കെ വന്നൂടെ, എന്നിട്ട് സിനിമേന്റെ ഏർപ്പാട് നോക്കല്ല. ഏയ്, പോയാ പിന്നെ പോയി. മറ്റേത് കാര്യം പോലെ അല്ല സിനിമ. ഇൻഡസ്ട്രിയുമായിട്ടുള്ള ബന്ധം അത് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ തികച്ചു അന്യരാകും.